അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് പുലർച്ചെ അതാ നമ്മുടെ ഷമീർ സുബഹി നമസ്കാരവും ഖുർആൻ പാരായണവും എല്ലാം കഴിഞ്ഞ് തൻ്റെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുകയാണ്. കൃഷിയിടത്തിൽ മഞ്ഞുതുള്ളികൾ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന ആ ഒരു മനോഹരമായ കാഴ്ച. സൂര്യൻ ഉദിക്കുന്നതേ ഉള്ളൂ. എന്നാൽ ആ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ കണങ്ങൾ അതാ മഞ്ഞുതുള്ളികളിൽ തട്ടിത്തെറിക്കുമ്പോൾ അതിന് കൂടുതൽ പ്രകാശമുള്ളതുപോലെ തോന്നി. മാഷാ അല്ലാ, പുലർച്ചെ ഇങ്ങനെ ആ ഒരു കാഴ്ച വളരെയധികം മനോഹരമാണ്. അദ്ദേഹം കൃഷിയിടത്തിലേക്ക് പതിവ് പോലെ പോയി അവിടെ ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതെ, ഇരുട്ട് മാറിയിട്ടില്ല, വെളിച്ചം വെക്കുന്നതേ ഉള്ളൂ. എങ്കിലും ആ സമയം ജോലി ചെയ്യുമ്പോൾ ഷമീറിന് വല്ലാത്തൊരു ഉഷാറാണ്, വല്ലാത്തൊരു സന്തോഷമാണ് ആ സമയത്തെ പ്രഭാതം ആസ്വദിക്കുവാൻ വേണ്ടിയിട്ട്. അതെ, കിളികളുടെ ശബ്ദവും ജീവികളുടെ ആ ഒരു ഉണർച്ചയും എല്ലാം കൂടി കാണുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷവും അനുഭൂതിയുമാണ്. എന്നാൽ അവൻ്റെ ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഒന്നാമതായിട്ട് അത് സീനത്തുമായുള്ള വിവാഹം അങ്ങ് ഫിക്സ് ചെയ്തു. ഇൻഷാ അല്ലാ അവളെ കൂടെ കൂട്ടണം. അത് ഒരുപാട് തെറ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് വിഷമങ്ങളൊക്കെ സംഭവിച്ചു പോയതാണ് അവളുടെ ജീവിതത്തിൽ. അതെല്ലാം മറക്കണം. ഒരിക്കൽ പോലും അവളെ ഞാൻ വേദനിപ്പിക്കില്ല. അല്ലാഹുവേ റഹ്മാനെ, നല്ലൊരു ജീവിതം അവൾക്ക് കൊടുക്കണം. നമ്മുടെ ഷമീർ ജോലി ചെയ്യുന്നതിനിടയിലും അതൊക്കെയാണ് പറഞ്ഞ് മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരുന്നത്. പടച്ച റബ്ബേ, ഹൈറായൊരു ജീവിതം കൊടുക്കാൻ എനിക്ക് കഴിയണേ അല്ലാ. അവൻ്റെ മനസ്സിൽ പല ചിന്തകൾ. എന്നാൽ അവൻ ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നവൻ ശരിക്കും ജോയിൻ ആകുവാൻ വേണ്ടി പോവുകയാണ് SI പോസ്റ്റിലേക്ക്. ഇതുവരെ താൽക്കാലികമായിരുന്നു എങ്കിലും ഇന്ന് ശരിക്കും അവൻ ഡ്യൂട്ടിയിലേക്ക് ഇറങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഏതൊരു പെണ്ണിനും ആഗ്രഹിക്കുന്നത് തൻ്റെ പുരുഷന് നല്ലൊരു ജോലി വേണം, അല്ലെങ്കിൽ പറയാൻ കൊള്ളാവുന്നൊരു ജോലി, കാര്യങ്ങൾ, അതൊക്കെ ഏതൊരു പെണ്ണും കൊതിക്കുന്നതാണ്. പക്ഷേ സീനത്ത് അതൊന്നും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ എന്ത് ചെയ്യാൻ, ആസിഫാണ് എല്ലാത്തിനും കാരണക്കാരൻ. ആസിഫാണ് എനിക്ക് ഈ ഒരു ജോലി സെറ്റാക്കിയതും പെട്ടെന്ന് എനിക്ക് അവിടേക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞതും എല്ലാം. എന്നാൽ ഇന്ന് ഔദ്യോഗികമായിട്ട് ഞാൻ ആ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. പഠിച്ചോനെ അല്ലാ, എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. എല്ലാത്തിലും ഞാൻ ഓക്കെയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഇനി കാര്യമായിട്ടൊന്നുമില്ല. ഇനി ആ ഒരു PSCയുടെ റിസൾട്ട് അതെനിക്ക് ഉറപ്പുണ്ട് ഏകദേശമൊക്കെ. അല്ലാ, എന്തൊക്കെ തന്നെയായാലും ഇന്ന് ആ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. എന്നാൽ അവൻ ആ ഒരു പുലർച്ചെ തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഉമ്മ വിളിക്കുന്നു, മോനെ മോനെ. അത് തൻ്റെ ഉമ്മയുടെ വിളിയാണ് കേട്ടത്. കൈക്കോട്ട് അവിടെ വെച്ച് അവൻ കൈകളിലെ മണ്ണുകളെല്ലാം തട്ടി ഉമ്മയുടെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കി. അതാ ദൂരെ നിന്ന് ഉമ്മ വിളിക്കുന്നു. അവൻ പെട്ടെന്ന് ഉമ്മയുടെ അരികിലേക്ക്, ഉമ്മ എന്തു പറ്റി? പൊന്നു മോനെ, ഉമ്മാൻ്റെ കുട്ടി ഇന്ന് പോലീസിൽ ജോയിൻ ആവാൻ പോവല്ലേ? ഔദ്യോഗികമായിട്ട് തന്നെ, ഇതുവരെ താൽക്കാലികമായിരുന്നല്ലോ. ഉമ്മാൻ്റെ കുട്ടി ഇനിയിപ്പോൾ ഈ ജോലിയൊന്നും ചെയ്യണ്ട. ഇനി ഉമ്മ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് ഇതൊക്കെ വേണമെങ്കിൽ ചെയ്യിപ്പിച്ചോളാം. പൊന്നുമോൻ ജോലിക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങിക്കോ. ഉമ്മ അവിടെ 9 മണിക്കൊക്കെ എത്തിയാൽ മതിയല്ലോ. നോ പ്രോബ്ലം മോനെ. എന്നാലും എൻ്റെ ഉദ്യോഗസ്ഥനായ മകനെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു, ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല മോനെ. എന്നാൽ അവൻ പറയുകയാണ്, ഉമ്മ ഒരിക്കൽ പോലും ഞാൻ ഈ സ്ഥാനം ആഗ്രഹിച്ചതല്ല. പക്ഷേ എനിക്കായിട്ട് പടച്ച റബ്ബ് തന്നതാണ്. അത് എൻ്റെ പ്രവൃത്തികൾ കണ്ടതുകൊണ്ട് നമ്മുടെ ആസിഫ് എനിക്ക് തന്നതാണ്. അല്ലാതെ അതിനപ്പുറം പൊന്നു മോനെ, മോനൊന്നുകൊണ്ട് വിഷമിക്കല്ലേ മോനെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. കാരണം എൻ്റെ കുട്ടി നേരായ മാർഗത്തിലാണ് എല്ലാം ചെയ്യുന്നത്. എന്നാൽ അവൻ, ഉമ്മ ഞാൻ ഇപ്പോൾ വരാം. കുറച്ച് ജോലി കൂടി ചെയ്ത് അവൻ ഫ്രഷായി. അത് ആ പാടത്തുണ്ടായിരുന്ന ഒരു കിണറുണ്ട്. ആ ഒരു കിണറ്റിൽ നിന്ന് തന്നെ അവൻ വെള്ളം മുക്കി തലയിലൂടെ ഒഴിച്ചു. അത് വല്ലാത്തൊരു സുഖമാണ്. അതും ഈ രാവിലത്തെ ഈ തണുപ്പിൽ
ആ ഒരു വെള്ളം കോരി തലയിലൂടെ ഒഴിക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. തൻ്റെ മകൻ്റെ പ്രവൃത്തികളെല്ലാം ആ ഉമ്മ നോക്കി നിൽക്കുകയായിരുന്നു. ഉമ്മ, ഞാൻ പാല് കറക്കാം, മാറി നിൽക്കേ. എന്നാൽ ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ വേണ്ട, ഇന്ന് ഉമ്മ കറന്നോളാം. എന്നും എൻ്റെ ഉമ്മ, അല്ലുമ്മ ഞാൻ കറന്നു തരാം. വേണ്ട മോനെ, മോനിപ്പോൾ കുളിച്ചതൊക്കെ അല്ലേ, മോൻ ഇന്ന് ചെല്ല്, ഇൻഷാ അല്ലാ നീ നാളെ വേണമെങ്കിൽ കറക്കാം, ഇന്ന് മോൻ ചെല്ല്. അങ്ങനെയതാ ഉമ്മയുടെ അനുഗ്രഹത്തോടു കൂടെ അവൻ ആ പോലീസ് വേഷം അണിയുകയാണ്. ശരിക്കും പൊന്നുമോനെ, ഈ ഒരു കൊച്ചുകുടിലിൽ നിന്ന് ഒരു പോലീസ് പോവാന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും ഉമ്മ? എല്ലാത്തിനും ഒരു അന്തസ്സുണ്ട് ഉമ്മ. നമ്മുടെ ഈ വീട് ചെറുതാണെങ്കിലും ഉമ്മ, ഇവിടെ വളരെയധികം ഐശ്വര്യമുള്ളതായിട്ട് ഞാൻ കാണുന്നു. പൊന്നുമോനെ ഐശ്വര്യമൊക്കെ ഉണ്ടാവും. കാരണം എൻ്റെ പൊന്നുമോനെ ഖുർആൻ പാരായണം എത്രമാത്രം നടത്തുന്നുണ്ട് ഈ വീട്ടിൽ. അത് എത്ര സമയം നടത്തുന്നുണ്ട്. മോൻ്റെ പ്രായക്കാരൊക്കെ ഇങ്ങനെ ചെയ്യുമോ? എല്ലാവരും ഉമ്മ ഉണ്ടാകും, നമ്മൾ കാണായിട്ടാ. എന്നാൽ അതാ അല്പസമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷമീർ പോലീസ് വേഷം അണിയുകയാണ്. ശരിക്കും മാഷാ അല്ലാ, ആ ഉമ്മ തന്നെ അത്ഭുതപ്പെട്ടു. എന്നാൽ അത് കണ്ട ഉമ്മ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു. പൊന്നുമോനെ, നിൻ്റെ ഉപ്പാക്കായിരുന്നു ഇതെല്ലാം കാണാൻ വല്ലാത്ത ആഗ്രഹം. പക്ഷേ നിൻ്റെ ഉപ്പ ഇന്നില്ലല്ലോ മോനെ. എൻ്റെ പൊന്നുമോനെ പോകുന്നതിന് മുമ്പായിട്ട് ബാപ്പാൻ്റെ ഖബറിടത്തിലേക്കൊന്ന് പോട്ടോ. ഔദ്യോഗികമായി ഈ ജോലിയിൽ പ്രവേശിച്ചതിനെക്കുറിച്ചും എല്ലാം അങ്ങ് പറഞ്ഞേക്ക്. അദ്ദേഹത്തിനായിരുന്നു തൻ്റെ പൊന്നുമോൻ നല്ല ആളാവണം, പഠിച്ച് വലുതാവണം എന്നൊക്കെ വല്ലാത്ത ആഗ്രഹം. എന്നാലും അൽഹംദുലില്ലാ, ഞാൻ ഭാഗ്യവതിയാണ്. കാരണം എൻ്റെ പൊന്നുമോൻ ഭൗതികമായും ആത്മീയമായും അറിവുള്ള ആളാണല്ലോ. അത് ആത്മീയത, അത് തന്നെയാണ് നമുക്ക് ഇരു ലോകത്തേക്കും വേണ്ടത്. കാരണം ദീന് പഠിച്ചാൽ ഈ ലോകവും പരലോകവും രക്ഷപ്പെടും. എന്നാൽ ഭൗതികം മാത്രമാണെങ്കിൽ അത് ഈ ലോകത്ത് മാത്രമായിരിക്കും. പഠിച്ചോനെ അല്ലാ, എൻ്റെ പൊന്നുമോൻക്ക് അള്ളാഹു 2 വിദ്യാഭ്യാസവും നൽകിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഉമ്മാക്ക് സന്തോഷമേ ഉള്ളൂ. പൊന്നുമോനെ, പോലീസ് യൂണിഫോമിൽ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ തൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർക്കറിയുകയായിരുന്നു, അല്ലാ മോനെ, എൻ്റെ പൊന്നുമോൻ നീതിയുടെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അനീതിയൊന്നും എൻ്റെ കുട്ടി കാണിക്കില്ല എന്നും എനിക്ക് നന്നായിട്ടറിയാം. മോനെ, മോൻക്കറിയാമോ മൊയ്ഹീദ്ദീൻ ഷെയ്ഖിൻ്റെ കഥ? ഉമ്മ എനിക്ക് എപ്പോഴും ചെറുപ്പത്തിൽ പറഞ്ഞു തരാറുണ്ടല്ലോ. അതെ, ഉമ്മയുടെ കഥ കേട്ടുകൊണ്ടും ഉമ്മ പറഞ്ഞത് കേട്ടുകൊണ്ടുമാണ് ഞാൻ വളർന്നത് മോനെ. അതുകൊണ്ട് എൻ്റെ കുട്ടി ഇതുവരെ ഒരു തെറ്റിലേക്കും ചെന്ന് വീണിട്ടില്ല. അള്ളാഹുവിൻ്റെ കുട്ടിയെ കാത്ത് രക്ഷിക്കട്ടെ. ഉമ്മ അന്ന് പറഞ്ഞു തന്ന ആ ഒരു കഥ എനിക്ക് കേൾക്കുവാൻ വല്ലാത്ത കൊതി തോന്നുന്നു. ആദ്യമൊക്കെ ഞാൻ ഉമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഉമ്മ ഓരോ ചരിത്ര കഥകൾ എനിക്ക് പറഞ്ഞു തരാറുണ്ടായിരുന്നു. മോനതൊന്നും മറന്നിട്ടില്ല അല്ലേ? മോനെ, അതൊക്കെ നല്ല കഥകളാണ്. പക്ഷെ അങ്ങനെയുള്ള കഥകളൊക്കെ ആർക്കെങ്കിലും ഇപ്പോൾ കേൾക്കാൻ സമയമുണ്ടോ? അത് അവരുടെയൊക്കെ മാതൃക പിൻപറ്റി ജീവിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരു തെറ്റും ആരും ചെയ്യില്ല. പൊന്നുമോൻ ചോദിച്ച കഥ അത് അബ്ദുൽ ഖാദിർ ജീലാനി ഔസുൽ ഔലം എന്ന മഹാനായ വലിയൻ്റെ ബാല്യകാല സംഭവമാണ് അല്ലേ? അദ്ദേഹത്തിൻ്റെ ഉമ്മ ഫാത്തിമ ബിൻത്ത് അബ്ദുള്ള അൽ സമ്മാൽ പറഞ്ഞ ഒരു വാക്ക് കാരണം അദ്ദേഹം ഒരിക്കലും കള്ളം പറഞ്ഞില്ല മോനെ. അത് ഒന്നുകൂടെ എൻ്റെ ഉമ്മ എനിക്ക് പറഞ്ഞു തന്നാൽ. പൊന്നുമോനെ, ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് എൻ്റെ പൊന്നുമോൻ ജീവിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒന്നും മോശമായതൊന്നും എൻ്റെ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല. പൊന്നുമോനെ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ ഒരു ചെറിയ ഗ്രാമം, ആ ഗ്രാമത്തിൻ്റെ പേര് ഗിലാൻ പ്രോവിൻസ്. അവിടെ താമസിച്ചിരുന്ന ഒരു പടച്ചോന് പേടിയുള്ള ഉമ്മയും അവരുടെ മകനും ഉണ്ടായിരുന്നു. ആ മകൻ്റെ പേര് അബ്ദുൽ ഖാദർ. അവൻ ചെറുപ്പം മുതൽ തന്നെ നല്ല സ്വഭാവമുള്ള കുട്ടിയായിരുന്നു. കള്ളം പറയില്ല, ആരെയും വേദനിപ്പിക്കില്ല. ഒരു ദിവസം അവൻ ഉമ്മയോട് പറഞ്ഞു, എനിക്ക് വലിയൊരു ആലിമാകണം ഉമ്മ, എനിക്ക് ദീൻ പഠിക്കാൻ പോകണം ഉമ്മ. അത് കേട്ടപ്പോൾ ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. കാരണം അവൻ പോകേണ്ടിയിരുന്നത് ദൂരെയുള്ള നഗരമായ ബാഗ്ദാദിലേക്കാണ്.
അന്ന് കാലത്ത് യാത്രകൾ വളരെ അപകടമായിരുന്നു. കാട്ടുകള്ളന്മാരും കള്ളന്മാരും അങ്ങനെ പല രീതിയിലുള്ള പിടിച്ചുപറിക്കാരും ഒക്കെ ഉള്ള സമയമാണ്. ഉമ്മ ചേർന്ന് അവനെ നിർത്തിയിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, നീ യാത്ര പോകുകയാണെങ്കിൽ ഒരു കാര്യം എപ്പോഴും ഓർക്കണം. ഉമ്മ. എന്തോ ഉമ്മ? അബ്ദുൽ ഖാദർ ചോദിക്കുകയാണ്. ഉമ്മ പറഞ്ഞു, എന്ത് സംഭവിച്ചാലും കള്ളം പറയരുത്. ആരൊക്കെയെങ്കിലും എന്തൊക്കെ തന്നെ ചോദിച്ചാലും പറഞ്ഞാലും സത്യം മാത്രം പറയണം. അത് പറഞ്ഞ ശേഷം ഉമ്മ തൻ്റെ കയ്യിലുണ്ടായിരുന്ന 40 സ്വർണ്ണ നാണയങ്ങൾ എടുത്തു. അവ അവൻ്റെ വസ്ത്രത്തിനുള്ളിൽ തുന്നിവെച്ചു. ഉമ്മ പറഞ്ഞു, ഇത് നിൻ്റെ പഠനത്തിനുള്ള പണമാണ്, പക്ഷെ ഓർക്കണം, കള്ളം പറയരുത്. അപ്പോൾ അബ്ദുൽ ഖാദർ ജീലാനി പറഞ്ഞു, ഉമ്മ, ഞാനൊരിക്കലും കള്ളം പറയില്ല. അങ്ങനെയതാ പൊന്നുമോൻ ഉമ്മയോട് സലാം പറഞ്ഞ് യാത്ര പുറപ്പെടുകയാണ്. ഉമ്മ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു വലിയ യാത്രക്കാരുടെ കൂടെ അവൻ എത്തിപ്പെട്ടു. ഒട്ടകങ്ങളും വ്യാപാരികളും വിദ്യാർത്ഥികളും ചേർന്ന ഒരു സംഘം. അബ്ദുൽ ഖാദർ അവരോടൊപ്പം യാത്ര തുടങ്ങി. കാട്ടിലൂടെ അവൻ യാത്ര ചെയ്തു. പല ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം പെട്ടെന്ന് കാട്ടിൽ നിന്ന് കള്ളന്മാരുടെ സംഘം ആക്രമിച്ചു. അവർ ആ ഒരു സംഘത്തെ മുഴുവനായി വളഞ്ഞു. വ്യാപാരികളോട് പറഞ്ഞു, നിങ്ങൾക്കുള്ളതെല്ലാം എടുക്കുക, വേഗം എടുക്കൂ, നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം. കൊള്ളക്കാർ അവരുടെ മുമ്പിൽ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. അവർ ഓരോരുത്തരെയും പരിശോധിച്ചു. പണം, ആഭരണം എല്ലാം എടുത്തു. എന്നാൽ അടുത്ത ഊഴം അബ്ദുൽ ഖാദർ ജീലാനിയുടേതാണ്. എന്നാൽ ഒരു കള്ളൻ അബ്ദുൽ ഖാദറിൻ്റെ അടുത്തേക്ക് വന്നു. അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എടാ കുട്ടാ, നിനക്കൊക്കെ എന്തെങ്കിലും പണമുണ്ടോ? നിൻ്റെ കയ്യിലൊന്നും പിന്നൊന്നും കാണില്ലല്ലോ അല്ലേ? വളരെ ചെറുപ്പമായിരുന്ന അവൻ്റെ കൈകളിൽ പണമൊന്നുമില്ല എന്നായിരുന്നു കൊള്ളക്കാർ വിചാരിച്ചിരുന്നത്. എന്നാൽ അബ്ദുൽ ഖാദർ ജീലാനി അദ്ദേഹം പറഞ്ഞു, ശാന്തമായി പറഞ്ഞു, ഉണ്ട്. കള്ളൻ ചിരിച്ചു. ആഹാ, സത്യം പറയുന്ന കുട്ടിയോ? എല്ലാവരും പേടിച്ച് ഇല്ലെന്ന് പറഞ്ഞ് കളവ് പറയുമ്പോൾ ഇതെന്താ ഇങ്ങനെ? എത്രയുണ്ട്? അബ്ദുൽ ഖാദർ പറഞ്ഞു, 40 സ്വർണ്ണ നാണയങ്ങൾ. കള്ളൻ വിചാരിച്ചു, ഇവൻ എന്നെ കളിയാക്കുകയാണ്. അവൻ കൂട്ടുകാരനോട് പറഞ്ഞു, ഇവൻ പറയുന്നു ഇവൻ്റെ അടുത്ത് 40 സ്വർണ്ണ നാണയങ്ങളുണ്ടെന്ന്. അവരെല്ലാം ചിരിച്ചു. ഈ ഒരു പഠിക്കാൻ പോകുന്ന കൊച്ചുകുട്ടിയുടെ അടുത്ത് 40 സ്വർണ്ണ നാണയോ? അതെവിടുന്നാ? പക്ഷേ അബ്ദുൽ ഖാദർ വീണ്ടും പറഞ്ഞു, അതെ, ഉണ്ട്. എൻ്റെ കയ്യിൽ സ്വർണമുണ്ട്. എൻ്റെ ഉമ്മ എൻ്റെ വസ്ത്രത്തിനുള്ളിൽ തുന്നി വെച്ചതാണ്. എന്നാൽ ഈ വാർത്ത കള്ളന്മാരുടെ തലവനോട് പറഞ്ഞു. അവൻ പറഞ്ഞു, ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവരൂ. അബ്ദുൽ ഖാദറിൻ്റെ കയ്യിലുള്ള പണമുണ്ടെന്ന് കേട്ടപ്പോൾ ആ ഒരു കൊള്ളത്തലവൻ അവനെ മുമ്പിലേക്ക് വിളിച്ചു. തലവൻ ചോദിച്ചു, നീ സത്യം പറയുവാണോ? അബ്ദുൽ ഖാദർ പറഞ്ഞു, അതെ. അവർ അവൻ്റെ വസ്ത്രം പരിശോധിച്ചു. അവിടെ ശരിക്കും 40 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. തലവൻ അതിശയിച്ചു. തലവൻ ചോദിച്ചു, നിനക്ക് ഇത് ഒളിപ്പിക്കാമായിരുന്നോ? എന്തിനാണ് സത്യം പറഞ്ഞത്? അപ്പോൾ അബ്ദുൽ ഖാദർ പറഞ്ഞു, എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞത് കള്ളം പറയരുത് എന്നാണ്. ഞാൻ എൻ്റെ ഉമ്മയോട് വാഗ്ദാനം ചെയ്തു, ഒരിക്കലും ഞാൻ കള്ളം പറയില്ല എന്നുള്ളത്. എന്നാൽ ആ നിമിഷം തന്നെ ആ കള്ളന്മാരുടെ ഹൃദയം മാറുകയാണ്. അത് കേട്ടപ്പോൾ കള്ളന്മാരുടെ തലവൻ കരഞ്ഞു. അവൻ പറഞ്ഞു, ഈ പൊന്നുമോൻ തൻ്റെ ഉമ്മയുടെ വാക്ക് പാലിക്കുന്നു, പക്ഷേ ഞാൻ അള്ളാഹുവിൻ്റെ വാക്ക് പോലും പാലിക്കുന്നില്ല. കള്ളൻ കരഞ്ഞു. പിന്നീട് അവൻ പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ കള്ളത്തരം ഉപേക്ഷിക്കുന്നു. അവൻ തൻ്റെ സംഘത്തോട് പറഞ്ഞു, നാം ചെയ്തതെല്ലാം തെറ്റാണ്. അതെ, നമുക്ക് തൗബ ചെയ്ത് മടങ്ങാം. അന്നു മുതൽ അവർ എല്ലാവരും തൗബ ചെയ്തു. ഈ ഒരു ചെറിയ സംഭവമാണ് പിന്നീട് വലിയ ചരിത്രമായി മാറിയത്. അബ്ദുൽ ഖാദർ പിന്നീട് ലോകപ്രശസ്തനായ വലിയ ആലിമായി. അദ്ദേഹം ബാഗ്ദാദ് നഗരത്തിൽ ആയിരക്കണക്കിന് ആളുകളെ പഠിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു വലിയ പാഠം ആണെന്ന് പറയുന്നു. സത്യം പറയുന്നത് ഒരിക്കലും നഷ്ടമാകില്ല. ഉമ്മയുടെ വാക്ക് പാലിക്കണം. ചെറിയ സത്യസന്ധത പോലും വലിയ മനുഷ്യരെ മാറ്റാം.
ശരിക്കും അത് കേട്ടപ്പോൾ നമ്മുടെ ഷമീറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ, എൻ്റെ ഉമ്മ എന്നെ ചെറുപ്പത്തിലേ പറഞ്ഞ് പഠിപ്പിച്ചത് ഈ കഥ പറഞ്ഞിട്ടാണ്. പിന്നെ ഞാൻ എങ്ങനെ ഉമ്മ തെറ്റുകൾ ചെയ്യും? എൻ്റെ ഉമ്മ ഇതല്ലേ എനിക്ക് പറഞ്ഞു തന്നത്. ഉമ്മാൻ്റെ മോൻ തെറ്റ് ചെയ്യുന്ന ഒരിക്കലും ഉമ്മ പേടിക്കണ്ട കേട്ടോ. എന്നാൽ ആ പൊന്നുമോൻ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞൊരുപാട് ചുംബിച്ചു. ഉമ്മ, ഞാൻ ഇറങ്ങട്ടെ. അതെ, ഉപ്പയുടെ ഖബറിൻ്റെ അരികിലേക്കും ഒന്ന് പോകണം. ഉമ്മ ദുആ ചെയ്യട്ടോ. അതെ, ഞാനിന്ന് ഫസ്റ്റ് ടൈമായിട്ട് ജോലിയിലേക്ക് ഔദ്യോഗികമായി പ്രവേശിക്കുകയാണ്. ഇതൊരിക്കലും താൽക്കാലികമല്ലമ്മ. എന്നാൽ ആ പൊന്നുമോനെ അനുഗ്രഹിച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞു, മോനെ, ഉമ്മാൻ്റെ കുട്ടിനെ അള്ളാഹു അനുഗ്രഹിക്കും. അങ്ങനെ അതാ നേരെ നമ്മുടെ ഷമീർ പള്ളിക്കാട്ടിലേക്കാണ് പോകുന്നത്. ആ യൂണിഫോം വേഷത്തിൽ വരുന്നത് കണ്ടപ്പോൾ ആളുകളെല്ലാം അത്ഭുതത്തോടെ അവനെ നോക്കി. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബറിനരികിലേക്കാണ് പോകുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലായി. എന്നാൽ എല്ലാവരും വിചാരിച്ചു, ഇപ്പോഴത്തെ എത്ര വലിയ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ പോലും സ്വന്തം പിതാവിൻ്റെ ഖബറിടത്തിലേക്കൊന്ന് പോയി നോക്കുകയോ ദുആ ചെയ്യുകയോ ചെയ്യാൻ സമയമില്ലാത്ത ആളുകളാണ്. എന്നാൽ ആ പോലീസ് യൂണിഫോമിൽ തന്നെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഖബറിനരികിലേക്ക് വരുന്ന ആ ഒരു ഷമീറിനെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെടുകയായിരുന്നു. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഖബറിനരികിൽ അവനിരുന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു. അല്ലാഹുവേ റഹ്മാനെ, എൻ്റെ ഉപ്പാക്ക് ഖബറിനുള്ളിൽ എന്ത് ശിക്ഷ അനുഭവിക്കുകയാണെങ്കിലും നീ അത് ലഘൂകരിക്കണേ അല്ലാ. ഉപ്പയുടെ ഖബറിടം വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ, എൻ്റെ ഉപ്പാക്ക് സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. പ്രിയപ്പെട്ട പിതാവിൻ്റെ ഖബറിനരികിൽ പോയി അത് അവരവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് പഠിച്ചോനെ, ഉപ്പാ, ഞാനിന്ന് യൂണിഫോം അണിഞ്ഞ് തൻ്റെ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ് ഉപ്പാ. ഉപ്പയുടെ അനുഗ്രഹം എനിക്ക് വേണം ഉപ്പാ. അല്ലാഹുവേ, എൻ്റെ ഉപ്പാക്ക് നീ സ്വർഗം കൊടുക്കല്ല. തൻ്റെ പ്രിയപ്പെട്ട പിതാവിനരികിൽ പോയി അവൻ വിങ്ങിപ്പൊട്ടി ദുആ ചെയ്തു. എല്ലാം പടച്ചറബിൽ ഏൽപ്പിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നിറങ്ങി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോഴതാ അവിടെ നമ്മുടെ SI ആസിഫും ഷെഫി ഉസ്താദും തന്നെ കാത്തിരിക്കുന്ന ആ ഒരു മനോഹരമായ രംഗമാണ് അവൻ കണ്ടത്. എന്നാൽ ഷെഫി ഉസ്താദ് ഷമീറിനെ കണ്ടപാടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഷമീർ, നീ എൻ്റെ ജീവിതത്തിൽ താങ്ങും തണലും ആയവനാണ്. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിൻ്റെ ജോലിയിൽ ബർക്കത്ത് ചൊരിയട്ടെ. അങ്ങനെ അതാ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് SI വേഷത്തിലേക്ക്, SIയുടെ ആ ഒരു ജോലിയിലേക്ക് അവൻ ഔദ്യോഗികമായി പ്രവേശിച്ചിരിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും അവർ ചൊരിഞ്ഞു. അത് ഷെഫി ഉസ്താദിനും വളരെ സന്തോഷമായി. നമ്മുടെ ആസിഫിനും ഷെഫി ഉസ്താദ് പറഞ്ഞു, മോനെ ഷമീർ, എന്തൊക്കെ തന്നെയാലും അവൾക്ക് അനുയോജ്യമായ ഭർത്താവ് നീ തന്നെയാണ്. ഇൻഷാ അല്ലാ സംരക്ഷിക്കുമല്ലോ, സമാധാനമുണ്ട് ഏറ്റെടുത്തതിൽ. എന്നാൽ ഷമീർ പറഞ്ഞു, ഉസ്താദേ, നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കല്ലേ. സീനത്തിൻ്റെ കാര്യം ഞാനെല്ലാം ഭംഗിയായി നടത്തും ഇൻഷാ അല്ലാ. സ്ട്രോങ് ആകുന്നവരുടെ മുമ്പിൽ അല്പം സ്ട്രോങ് ആയില്ലെങ്കിൽ അവർ നമ്മളെ ഒന്ന് പഠിപ്പിക്കും. പക്ഷേ അല്പം സ്ട്രോങ് അതവളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക വേണം, അല്ല എങ്കിൽ തെറ്റിപ്പോകും. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാ ഒരു കുഴപ്പമില്ലാതെ അവളുടെ ജീവിതം ഞാൻ സംരക്ഷിച്ചോളാം. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് ഷമീർ ഷെഫി ഉസ്താദിനെ നെഞ്ചോട് ചേർന്നു കരഞ്ഞു. ഒരു പേടിയും പേടിക്കണ്ട, എല്ലാ കാര്യം ഞാൻ ഏറ്റെടുത്തോളാം. എന്നാൽ വൈകിക്കണ്ട, നമുക്ക് നിക്കാഹ് പെട്ടെന്നാക്കണം. അങ്ങനെ അത് ആ സ്റ്റേഷനിൽ നിന്ന് അവർ ഉറപ്പിക്കുകയാണ്. നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട പെരുന്നാൾ ദിവസത്തിൽ നമുക്ക് നിക്കാഹ് കർമ്മം ആക്കാം എന്നുള്ളത്. വെറും 8 ദിവസം മാത്രമാണ് ബാക്കി. അതെ, എന്നാൽ ആ നിമിഷം തന്നെ സീനത്ത് ഷമീറിൻ്റെ ഇണയായി മാറും. ഷെഫി ഉസ്താദും ആസിഫും അതിനു വേണ്ടി കാത്തിരുന്നു, ആ ഒരു സുവർണ നിമിഷത്തിന് വേണ്ടി. SIയുടെ ചെയറിലിരിക്കുന്ന നമ്മുടെ ഷമീറിനെ തലയെടുപ്പോടെ കണ്ട അവനെ അവർ നോക്കി നിന്നു. മാഷാ അല്ലാ, ഷമീറാണ് ഈ ഒരു ചെയറിലേക്ക് ഏറ്റവും അനുയോജ്യനായ ആള്. ആസിഫും മനസ്സിൽ വിചാരിച്ചു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.